കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയും കീർത്തിയും പുറത്ത് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. മോളെന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല അമ്മേ, ഞാൻ ചുമ്മാ കുറച്ച് നേരം ഇവിടെ നിലാവൊക്കെ കണ്ട് നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാ. ആ അല്ല കീർത്തി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ ഞാനിവളിവിടെ എന്ത് പണിയൊപ്പിക്കാനാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത്. അമ്മായിക്ക് സംശയം ഉണ്ടെങ്കിലേ അമ്മായും കൂടി ഇവിടെ നിൽക്കും. അതെ, എനിക്ക് നിന്നെപ്പോലെ വട്ടൊന്നുമില്ല. മോള് വാ. അവിടെ അകത്ത് മറ്റു ചില ചടങ്ങുകൾ നടക്കാനുണ്ട്. അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. വാ. അങ്ങനെ പറഞ്ഞ് ഗാഥയും കൂട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം കീർത്തിയാണെങ്കിൽ സംശയത്തോടുകൂടി ഇവിടെ നിൽക്കുക. അവൾ എന്താണെങ്കിലും ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ സാധ്യതയില്ല, മറ്റാരോ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുവാണ്. ഈ സമയത്ത് ഗാഥയാണെങ്കിൽ അവിടെ ചെടികൾക്കിടയിൽ മറഞ്ഞ് നിൽക്കുമായിരിക്കുമല്ലോ. പെട്ടെന്ന് നീങ്ങുമ്പോഴേക്കും ഒരു ചെടിയുടെ നിളകുവാണ്. അത് കാണുന്നത് കീർത്തി പേടിക്കുക. ഈശ്വര, അവിടെ വല്ല പാമ്പ് വല്ലതും ഉണ്ടാകുമോ? അല്ലെങ്കിലും ഈ വീട്ടിൽ പാമ്പിനെ കൊണ്ട് ഒരു കുറവുമില്ല. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. അങ്ങനെ പറഞ്ഞ് കീർത്തി വേഗം തന്നെ അകത്തേക്ക് ഓടിപ്പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയും സുമിത്രയും പിന്നെ മറ്റു പലരും ഒക്കെ ചേർന്നിട്ട് ഒരു തിരുവാതിരകളെ അവിടെ നടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് തിരുവാതിരയൊക്കെ കളിക്കുവാണ്. അതൊക്കെ കണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ അതിൽ തന്നെ മുഴുകി കൃഷ്ണനെ തന്നെ നോക്കി കണ്ണെടുക്കാതെ നിൽക്കുവാണ് നവീനും. ഈ സമയം ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവിടെ മറിഞ്ഞ കൊതുകടിയും കൊണ്ട് നിൽക്കുവാണ് കേട്ടോ ഗാഥ. അങ്ങനെ തിരുവാതിരയൊക്കെ കഴിയുമ്പോഴേക്കും മാണിക്കുഞ്ഞ് കൃഷ്ണയെ പുകഴ്ത്തുവാണ്. എൻ്റെ ഗാഥ മാഡം ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ഗാഥ മാഡത്തിന് ഇത്ര നന്നായിട്ട് തിരുവാതിരയൊക്കെ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ അന്തം വിട്ട് നിൽക്കുക. ഞാൻ മാത്രമല്ല, സാറും നോക്കി നിപ്പ് കണ്ടില്ലേ. ഈ സമയം നിർമ്മല പറയണേ, ഓ എൻ്റെ മാണിക്കുഞ്ഞെ, അതിനിവള് മാത്രമല്ലല്ലോ തിരുവാതിര കളിച്ചത്, ഞങ്ങളും കളിച്ചല്ലോ. അല്ലെങ്കിലും മാണിക്കുഞ്ഞ് ഗാഥ മാഡത്തെ മാത്രമല്ലേ നോക്കുകയുള്ളൂ. നിർമ്മലെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുവാണ്. ഈ സമയം സുമിത്ര പറയണേ, അല്ലെങ്കിലും പറയുന്നതിൽ ഒരു കള്ളമില്ല. അത്രയ്ക്ക് ഭംഗിയായിരുന്നു മോളുടെ നൃത്തം കാണാനായിട്ട്. എന്ത് മനോഹരമായിട്ടാണ്, എത്ര മെയ്വഴക്കത്തോടെയാണ് മോളതിലെ ഓരോ സ്റ്റെപ്പും കളിക്കുന്നത്. ഈ സമയം മുത്തശ്ശി പറയണേ, ഇനി എന്താണെങ്കിലും അധികം സമയം വൈകിക്കണ്ട, നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ചടങ്ങാത്. മണിക്കുഞ്ഞ് അതിനുള്ള എല്ലാവർക്കും നിങ്ങൾ നടത്തിയിട്ടില്ലേ? പിന്നെ അല്ലാതെ മുത്തശ്ശി. അന്നേരം നവീൻ ചോദിക്കണേ, അതെന്താ ഇനി അടുത്ത അത്ര പ്രധാനപ്പെട്ട ചടങ്ങ്? ഈ സമയം സുമിത്ര പറയണേ, ഇവിടെ എത്ര വർഷം ഈ പൂജയൊക്കെ നടത്തുന്നു, ഇതുവരെ ഇവൻ ഇതൊന്നും കണ്ടിട്ടുമില്ല, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. അന്നൊക്കെ പൂജയ്ക്ക് കൃത്യസമയത്ത് വരാൻ ഞാൻ പറയാറുണ്ട്, എന്നാൽ ഇവൻ എങ്ങനെയെങ്കിലും പൂജ കഴിയാൻ വേണ്ടി വൈകും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, മോളിവിടെ ഉള്ളത് കൊണ്ടാണ് നേരത്തെ തന്നെ ഹാജരായി നിൽക്കുന്നത്. അത് കേട്ട് നാണത്തോടെ ചിരിക്കുവാണ് കേട്ടോ നവീൻ. കൃഷ്ണയും നവീനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് ഗാഥക്കാണെങ്കിൽ സഹിക്കാനേ പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അവിടെ മുറ്റത്തന്നെ ഒരു കോലം വെച്ചിരിക്കുവാണ്. എന്നിട്ട് മുത്തശ്ശി പറയണേ, എല്ലാ നന്മയുടെ ശക്തികളെയും ഈ കോലം കത്തിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കത്തിച്ച് കളയുന്നൊരു ചടങ്ങായത്. ഗാഥമോളെ നീ തന്നെ പ്രാർത്ഥിച്ചിട്ട് കത്തിച്ചോളൂ. അങ്ങനെ കൃഷ്ണ പോയി ചൂട്ടിൽ തീ കത്തിച്ചിട്ട് അത് വെച്ച് ആ കോലം കത്തിക്കുവാണ്. അങ്ങനെ അത് കത്തി വീണത് കണ്ട് എല്ലാവരും പ്രാർത്ഥനയോട് കൂടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ആ ചടങ്ങും പൂർത്തിയായി. ഇനി ബാക്കിയുള്ള സമയത്തും കൂടി വ്രതം കൃത്യമായിട്ട് അനുഷ്ഠിച്ച് നാളെ രാവിലെ അതിരാവിലെ തന്നെ നവീൻ്റെ ഒപ്പം മോള് ക്ഷേത്ര ദർശനം നടത്തണം. അതുകൂടി ആകുന്നതോടെ പൂജ പൂർത്തിയാകും. സർവ്വ ഐശ്വര്യങ്ങളും എൻ്റെ കുട്ടികളുടെ ജീവിതത്തിലുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ എല്ലാവരും ഉറങ്ങിയ സമയത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഗാഥ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാനായിട്ട്. പുറത്ത് ഗാഥയും കൃഷ്ണയും കൂടി നേരത്തെ സംസാരിച്ചിരുന്നല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം കൃഷ്ണ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരുന്നത് കണ്ട് ഗാഥയാണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കി തന്നെ രണ്ട് പറയാനായിട്ട് അവിടെ നിന്നും മുമ്പോട്ട് നടക്കുമായിരിക്കും കേട്ടോ. പെട്ടെന്നാണ് ഗാഥ എന്ന് വിളിച്ച് നവീൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഗാഥ കാണുന്നതും ഗാഥ അവിടെ തന്നെ ദേഷ്യത്തിൽ മറഞ്ഞു നിൽക്കുവാണ്. അന്നേരം നവീൻ അരികി വന്നിട്ട് ചോദിക്കണേ, എടോ താനെന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അത് പിന്നെ നവീൻ, ഇനി കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ, അതുവരെ ഉറക്കമൊളിച്ചിരിക്കണ്ടേ, അപ്പം ചുമ്മാ ഒന്ന് വന്ന് നടക്കാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും തന്നെ സമ്മതിച്ചിരിക്കുന്നു. എല്ലാവരും കൂർക്കം വരച്ചുറങ്ങുവാണ്. ആ സമയം താൻ വ്രതത്തിൻ്റെ പേരിലാണെങ്കിലും ഇതുപോലെ ഉറക്കമൊളിച്ചിരിക്കുന്നില്ലേ? എല്ലാം നവീന് വേണ്ടിയല്ലേ? ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളപ്പോൾ എനിക്ക് എന്ത് കഠിനമായ വ്രതവും ചെയ്യാൻ പറ്റും. അതെനിക്കറിയാടോ. തൻ്റെ മനസ്സിൽ മുഴുവൻ എന്നോടുള്ള പ്രണയവും ഇഷ്ടമൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, അതെനിക്ക് സ്വർഗം പോലെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് രാവിലെ മുതൽ എൻ്റെ പഴയ ഗാഥയായിട്ട് താൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായില്ലേ? നമ്മളൊന്നിച്ച് രാവിലെ മുതൽ എത്ര സ്ഥലങ്ങളിൽ പോയി എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുവാണ്. മുത്തശ്ശി പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ഇവിടെ ഇത്രയും പൂജകളൊക്കെ നടന്നിട്ട് ഇതുവരെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയുകയില്ലായിരുന്നു, ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ താനുള്ളത് കാരണോ ഇന്ന് ഈ പൂജയ്ക്ക് കൃത്യസമയത്ത് ഞാൻ എത്തിയതും ഇതെല്ലാം കണ്ടതും ഒത്തിരി ഇഷ്ടമായി. അത് കാരണം ഇതിലെ ഓരോ ചടങ്ങും ആദ്യമായിട്ട് കണ്ടപ്പോൾ എൻ്റെ മുമ്പിൽ തിളങ്ങി നിന്നത് താൻ തന്നെയാണ്. ആ തിരുവാതിര കളി അതെൻ്റെ മനസ്സിൽ മാഞ്ഞതേയില്ല. ഇനി എല്ലാ വർഷവും ഇതുപോലെ ചടങ്ങൊക്കെ ഉണ്ടാവണം. എല്ലാ വർഷവും എനിക്കിതുപോലെ തന്നെ തിരുവാതിര കളി കാണണം. അതൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണ സങ്കടത്തോടു കൂടി നവീൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഗാഥക്കാണെങ്കിൽ ഇതൊന്നും കേട്ട് തീരെ സഹിക്കുന്നില്ല കേട്ടോ. ഗാഥയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്.
എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുക. അതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്ത കഥ അവിടെയുള്ള ഒരു ചെറിയൊരു കല്ലോ വെള്ളക്കയോ അങ്ങനെ എന്തോ പോലത്തെ ഒരു സാധനം എടുത്ത് അവരുടെ നേരെ എറിയുവാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നത് വന്നത് കാണുമ്പോൾ നവീനും കൃഷ്ണയെ അങ്ങോട്ടേക്ക് ചുറ്റും നോക്കുന്നുണ്ട്. ഈ സമയം കൃഷ്ണ പറയണേ, നവീൻ അതൊന്നും കാര്യമൊക്കെ ഉണ്ടാ, മുകളിൽ നിന്ന് വല്ലതും വീണതായിരിക്കും. അങ്ങനെയെല്ലാം കഥ ആ ഭാഗത്തു നിന്നാണ് വന്നത്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് നവീൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം കൃഷ്ണ തടയാനായിട്ട് നവീൻ്റെ കൈ കയറി പിടിക്കണേ. വേണ്ട നവീൻ, അങ്ങോട്ടേക്കൊന്നും ഇനി പോകണ്ട. അന്നേരം കൃഷ്ണ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നവീനും കൃഷ്ണയുടെ കൈ പിടിക്കുവാണ്. എന്നിട്ട് കൃഷ്ണയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. നമുക്കെന്താ ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കാം. അത് കേട്ട് കൃഷ്ണ പറയണേ, സംസാരിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അധികം അടുത്തേക്കൊന്നും വരണ്ട. അന്നേരം നവീൻ കൃഷ്ണയുടെ കൈ പിടിച്ചിട്ട് പറയണേ, താൻ ഈ വ്രതവും പൂജ എന്നൊക്കെ പറഞ്ഞ് ആകെ ക്ഷീണിച്ചു പോയി. എന്നിട്ട് കൃഷ്ണയുടെ തോളി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കവിളിലേക്ക് ഇങ്ങനെ കൈകൾ കൊണ്ടുവന്ന് കൃഷ്ണയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുവാണ് കേട്ടോ. ഈ ഒരു കാഴ്ചയും കൂടി ആവുന്നതോടെ ഗാഥക്ക് അങ്ങ് കലി കയറുവാണ്. അപ്പം തന്നെ അങ്ങോട്ട് വന്ന് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനായിട്ട് ഗാഥക്ക് തോന്നുവാണ് കേട്ടോ. പിന്നെ എങ്ങനെയോ കൺട്രോൾ ചെയ്ത് ഗാഥ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ്. ഈ സമയം നവീൻ കൃഷ്ണയെ നോക്കിയിട്ട് പറയണേ, അതെ, വ്രതത്തിന് തടസ്സം വരുമെന്നൊന്നും ടെൻഷൻ ആവണ്ട. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കില്ലേ, അതുപോലെ കരുതിയാൽ മതി. അത് കേട്ടിട്ട് നവീനോട് കൃഷ്ണ ചോദിക്കണേ, അത് വാത്സല്യത്തോടെയുള്ള ഉമ്മയല്ലേ, അങ്ങനെയാണോ ഇപ്പോൾ തന്നത്? അന്നേരം രണ്ടുപേരും നാണത്തോടെ നിന്ന് ചിരിക്കുവാണ്. ഈ സമയം നവീൻ പറഞ്ഞേ, ശരി ശരി, ഇനി അധികം നേരം ഈ തണുപ്പത്ത് മഞ്ഞ് കൊണ്ട് നിൽക്കണ്ട, താൻ വാ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയും കൂട്ടി നവീൻ അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അതിരാവിലെ തന്നെ അമ്പലത്തിലേക്ക് എത്തുന്ന നവീനെയും കൃഷ്ണേനെയുമാണ്. ഈ സമയം രണ്ടുപേരും കണ്ണടച്ച് ഭഗവാന് മുമ്പിൽ തൊഴുകൈകളോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം കൃഷ്ണ കണ്ണു തുറന്ന് നവീൻ ഇങ്ങനെ നോക്കുക. എന്നിട്ട് പറയണേ, ഭഗവാനെ, നവീൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് ഈ പൂജ ഞാൻ പൂർത്തിയാക്കിയത്. ഇനി ചിലപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ നവീൻ്റെ മുമ്പിലേക്ക് വന്നില്ല എന്ന് വരും. ഗാഥ ആഗ്രഹിക്കുന്നത് പോലെ നവീൻ്റെ ഒപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കണം. നവീന് ഒരു അപകടം വരുത്താതെ ആയുസ്സും ആരോഗ്യവും കൊടുക്കണം. അങ്ങനെ പറഞ്ഞ ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് കൃഷ്ണ. പിന്നീട് തിരുമേനി അങ്ങോട്ടേക്ക് വന്ന് രണ്ടാൾക്കും പ്രസാദം കൊടുക്കുന്നുണ്ട്. ഈ സമയം നവീൻ അത് കൃഷ്ണയുടെ നെറ്റി ചാർത്തി കൊടുക്കുക. എന്നിട്ട് ചോദിക്കണേ, അല്ല, എനിക്ക് താൻ തിരിച്ച് പ്രസാദം ഇട്ട് തരുന്നില്ലേ? അന്നേരം കൃഷ്ണയും പ്രസാദം എടുത്ത് നവീൻ്റെ നെറ്റിയിൽ ചാർത്തുന്നുണ്ട്. സത്യം പറയാലോ ഗാഥ, എനിക്ക് ഒത്തിരി സന്തോഷമായി, മനസ്സാകെ നിറഞ്ഞു. എന്നും താൻ ഇതുപോലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും കൃഷ്ണയും കൂടി സംസാരിക്കുന്നതാണ്. മുത്തശ്ശി കൃഷ്ണയോട് നന്ദി പറയണേ, മോളെ, നിൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതുപോലൊരു കാര്യത്തിന് വീണ്ടും സമ്മതിച്ച് ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. നിൻ്റെ മനസ്സിലെ നന്മ, ഈ കുടുംബത്തോടുള്ള സ്നേഹം, നവീനോടുള്ള സ്നേഹം, അതെല്ലാം കൊണ്ട് നീ നിങ്ങളുടെ തിരിച്ചെത്തിയതും ഈ വ്രതങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കിയതും അതിന് ഞാനും എൻ്റെ കുടുംബവും മോളോട് എന്നും കടപ്പെട്ടിരിക്കും. മുത്തശ്ശി പറഞ്ഞതുപോലെ പൂജയെല്ലാം ഭംഗിയായിട്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ഇനി ഉണ്ടാകും. എന്നാൽ പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങുക, അവിടെ അമ്മേനെ കാത്തിരിക്കുമായിരിക്കും. മോൾ ഇറങ്ങിക്കോ. പിന്നെ തങ്കത്തോട് എൻ്റെ അന്വേഷണം പറയണം കേട്ടോ. പിന്നെ മുത്തശ്ശി മുമ്പ് പറയാറുള്ള കാര്യമോ, ദൈവമായിട്ടാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തത്. ഞങ്ങളുടെ മുമ്പിലേക്ക് മോളെ കൊണ്ടുവന്നതും അതേ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവം തീരുമാനിച്ച സമയത്ത് നീ എൻ്റെ നവീൻ്റെ ഭാര്യയായിട്ട് ഈ കളരിക്കിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. ആ ഒരു പ്രതീക്ഷയും വിശ്വാസവും ഈ മുത്തശ്ശിക്കുണ്ട്. അന്നേരം കൃഷ്ണ പറയണേ, മുത്തശ്ശി, നവീന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ വ്രതവും പൂജയൊക്കെ എടുത്തത്, ഗാഥയുടെ ഐശ്വര്യത്തിനും നന്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഗാഥ എന്നെ ഒരിക്കലും എൻ്റെ ഒരു കൂടപ്പറപ്പായിട്ട് കണ്ടില്ല എന്ന് വരും. അവൾക്ക് എന്നോട് ദേഷ്യം തന്നെയായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ അവളെന്നും എൻ്റെ നല്ല കൂടപ്പറപ്പ് തന്നെയായിരിക്കും. അവൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റിയ അത് ചെയ്യാൻ മാത്രമേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. എന്നാൽ ശരി മുത്തശ്ശി, ഞാൻ ഇറങ്ങുക. ശരി, എല്ലാവരും നല്ല ഉറക്ക ക്ഷീണത്തിലാണ്, അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് തന്നെ പൊക്കും. എൻ്റെ കുട്ടിക്ക് എല്ലാ നന്മകളും ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി കൃഷ്ണയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുവാണ്. അങ്ങനെ കൃഷ്ണ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയത്ത് കൃഷ്ണയുടെ മുമ്പിലേക്ക് ഗാഥ വരുക. അത് കാണുന്നതും കൃഷ്ണ ചോദിക്കണേ, എന്താ ഗാഥ ഇത്? നമ്മൾ രണ്ടാളും ഒരുമിച്ചിങ്ങനെ ഇതേ കാര്യം പറഞ്ഞാണല്ലോ ഇന്നലെ നീ ഇവിടെ വന്നതും പൂജ ചെയ്തതും ഒക്കെ. എന്നിട്ട് നീ അവിടെ അകത്ത് പൂജ ചെയ്തപ്പോൾ ഞാനവിടെ പുറത്ത് രാത്രി കൊതുകടി കൊണ്ട് നിൽക്കുമായിരുന്നില്ലേ? ഇനി ഇതുപോലെ നീ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. ഇന്നലെ രാത്രി നീ എന്തിനാടി പുറത്തേക്ക് വന്നത്? അത് പിന്നെ ഗാഥ, ഞാൻ ഗാഥ അന്വേഷിച്ചു വന്നതാ. പച്ചക്കള്ളം പറയില്ലേ നീ? നിൻ്റെ പിന്നാലെ നവീനും വരുമെന്ന് നിനക്കറിയായിരുന്നു. അവൻ്റെ ഒപ്പം കൊഞ്ചിക്കൊഴണം. എൻ്റെ നവീനെ നിനക്ക് തൊടണം. പിന്നെ അവിടെ നടന്നതെല്ലാം ഞാൻ കണ്ടു. എന്നെക്കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. നവീനെ എൻ്റെ ഭാര്യയാണ്. നവീൻ്റെ ജീവിതത്തിൽ ഈ ഗാഥ ശ്രീനിവാസന് മാത്രമേ സ്ഥാനമുള്ളൂ. ഇനി അതിലേക്ക് ഇടിച്ചു കയറാൻ നീ വന്നാലുണ്ടല്ലോ നിന്നെ പിന്നെ ഞാൻ വെച്ചേക്കില്ല. നവീൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നെ സഹായിക്കാനാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇനി മേലെ നിന്നെ ഈ വീടിൻ്റെ പരിസരത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ പിന്നെ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വെച്ചേക്കില്ല, കൊന്നുകളയും നിന്നെ ഞാൻ. അങ്ങനെ ഗാഥയുടെ വാക്കുകളൊക്കെ കേട്ട് സങ്കടത്തോടെ നിൽക്കുന്ന കൃഷ്ണനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്